ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാളയം വാർഡിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. പാളയം വാർഡിൽ ഇടതുമുന്നണിയെ പ്രതിനിധീകരിക്കുന്നത് അഡ്വക്കേറ്റ് റീന വില്യംസാണ്. 5 തലമുറകളായി ബേക്കറി ജംഗ്ഷനും പാളയവും അവിടെ താമസിക്കുകയും അവിടുത്തെ നാട്ടുകാരെ എല്ലാവരെയും പേരെടുത്ത് വിളിക്കാൻ പാകത്തിന് അറിവുള്ള സ്ഥാനാർത്ഥിയെയാണ് ഇടതുമുന്നണി കളത്തിലിറക്കിയിട്ടുള്ളത്. എന്തു തോന്നുന്നു, ഈ 5 തലമുറകളായി പാളയത്ത് ഉള്ള കുടുംബമാണ് നിങ്ങൾ, എത്രമാത്രം വിശ്വാസമുണ്ട് ജനങ്ങളിലും വോട്ടേഴ്സിലും? ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ 5ാമത്തെ തലമുറയാണ്. ഡാഡിയുടെ ഫാമിലി വെച്ച് നോക്കുമ്പോൾ 5ാമത്തെ തലമുറയാണ്. പിന്നെ ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ നാട്ടുകാരാണ്. എൻ്റെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെയും പേഴ്സണലി അറിയാവുന്നത്. ഞാൻ അവരെ അറിയുന്നതിനേക്കാളും അവർക്ക് എന്നെ അറിയാം. എന്നേക്കാൾ ഏറെ എൻ്റെ പിതാവിനെ അറിയാം. അഡ്വക്കേറ്റ് വില്യംസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചെല്ലുമ്പോൾ അവരിങ്ങോട്ടാണ് ചോദിക്കുന്നത്, വില്യംസ് സാറിൻ്റെ മകളല്ലേ, ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന കാര്യത്തിനായിട്ട് അവിടെ വന്നിരുന്നു, അങ്ങനെ ചോദിക്കുന്ന രീതിയിൽ നമ്മൾ ഫെമിലിയറാണ്. എൻ്റെ ഫാദറിൻ്റെ ഇതിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നല്ലൊരു വളരെ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ശക്തമായ ത്രികോണ മത്സരം പാളയം വാർഡിലുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു റിബൽ സ്ഥാനാർത്ഥിയുമുണ്ട്. ആ റിബൽ സ്ഥാനാർത്ഥിയൊക്കെ അഡ്വക്കേറ്റിൻ്റെ ഇടവകക്കാർ കൂടിയാണ്. അപ്പോൾ വോട്ടൊക്കെ സ്പ്ലിറ്റ് ആകാൻ സാധ്യതയുണ്ടോ? സ്ഥാനാർത്ഥികൾ നമുക്കിപ്പോൾ 4 പേരാണ് ഇവിടെ ഉള്ളത്. 4 പേരും പരസ്പരം അറിയാവുന്നവരാണ്. എന്നും രാവിലെ ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണും. ഇപ്പോഴും കണ്ട് ഷേക്കാനും കൊടുത്തിട്ടാണ് നമ്മൾ വന്നത്. വളരെ ഹെൽത്തി കോമ്പറ്റീഷനാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഒരു മത്സരം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട്. റെബൽ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മത്സരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഈ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റൈറ്റ് ഉണ്ട്, അവർ മത്സരിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പള്ളിക്കാരിയാണ്. എനിക്കൊരു ഭീഷണി എന്നൊന്നും ഞാൻ പറയില്ല. തീർച്ചയായിട്ടും മറ്റ് സ്ഥാനാർത്ഥികളൊന്നും LDFനെ സംബന്ധിച്ചിടത്തൊരു ഭീഷണിയല്ല. കാരണം ഇത് LDFൻ്റെ സ്ഥലമാണ്. LDF 5 പ്രാവശ്യമായിട്ട് വിജയിച്ചു വരുന്നതാണ്. ഞങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ജനങ്ങൾക്കും അറിയാം. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്ത നേട്ടങ്ങളാണ് അവർ പറയുന്നത്. നമ്മൾ വരണമെന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിൽ വ്യക്തിയെക്കാളും പാർട്ടിയാണ് അവരാഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എന്നെ കാണുമ്പോൾ കുറച്ചും കൂടെ സന്തോഷമാണ്. അവരുടെ കുട്ടി, ഞങ്ങളുടെ കുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അത് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പ്രതിപക്ഷമാണ് സംസ്ഥാനത്തുള്ളതെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്തരത്തിൽ ഒരു എതിർപ്പ്, അതായത് കാരണമില്ലാതുള്ള എതിർപ്പ് പാളയം വാർഡിൽ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പാളയം വാർഡിനെ സംബന്ധിച്ച് എതിർപ്പില്ല. നമ്മുടെ ജനങ്ങളെല്ലാം ഇത് അനുഭവിക്കുന്നവരാണ്. ഒരു വീട്ടിൽ പോലും നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങളിൽ ഒരു ബെനിഫിറ്റ് അനുഭവിക്കാത്ത ആരും തന്നെ ഇല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലെനിൻ നഗറും രാജീവ് നഗറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ വീട്ടിലും എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു പെൻഷൻ വാങ്ങുന്നവരാണ്. ഇപ്പോൾ തന്നെ ക്ഷേമ പെൻഷനിലുണ്ടായ ഇൻക്രീസ് എല്ലാവരും വളരെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇന്നലെയൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടിക്കഴിഞ്ഞു. അവരുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. വീടില്ലാത്തവർക്ക് വീട്, ഇപ്പോൾ കുട്ടികൾക്കായിട്ട് കൂടെ പുതിയ ഇതെല്ലാം പഠിച്ച് തീർന്ന പിള്ളേർക്ക് 1000 രൂപ, അതൊക്കെ അവർക്ക് വളരെ ബെനിഫിറ്റായിട്ട് വളരെ അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തൊരു വീട് 1000 രൂപ എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് മണിയായിട്ട് എടുക്കാൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. പിന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി എല്ലാ സ്ത്രീകൾക്കും സ്വയം ഈ പറഞ്ഞിരിക്കുന്ന എന്തുവാണ്, നമ്മൾ വീട്ടമ്മമാർ എന്നും വീട്ടമ്മയായിട്ടിരിക്കുന്നു. എന്ത് ജോലിയെന്ന് ചോദിച്ചാൽ വീട്ടമ്മയാണ്. പക്ഷേ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഹെക്റ്റിക്കായിട്ട് ജോലി ചെയ്തു വരുന്നതാണ്. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനല്ല, അവരെ ഒന്ന് അവരുടെ ചെയ്യുന്ന നേട്ടത്തിന് ഒരു ചെറിയ താങ്ങ് പോലെ അവരുടെ ഒരു ആവശ്യത്തിന് എന്നുള്ള രീതിയിലാണ് അവർക്ക് വേണ്ടിയിട്ട് പുതിയ നയങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവന്ന ഒന്നും അതിനെ എതിർപ്പ് പറയുന്നത് എങ്ങനെയാണ്, വ്യക്തികൾ അത് അനുഭവിച്ചവർ. ഞാൻ പല വാർഡുകളിലും പോയി. അപ്പോൾ എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ക്ഷേമ പെൻഷൻ ലഭിച്ച ആളുകൾ, വീട് ലഭിച്ച ആളുകൾ, അതുപോലെ സർക്കാരിൻ്റെ സുരക്ഷാ പദ്ധതികളിൽ ഭാഗമായ ആളുകൾ, അവരൊക്കെ പാർട്ടി നോക്കാതെ തന്നെ ഇടതുമുന്നണിക്ക് വേണ്ടി സ്വയം സന്നദ്ധരായി പ്രചരണം
നടത്തുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പാളയം വാർഡിലും പാളയം മാർക്കറ്റ് ആ ഭാഗങ്ങളിലൊക്കെ ചില ആളുകളൊക്കെ പാർട്ടി നോക്കാതെ, പാർട്ടി ഏതുമാകട്ടെ, പക്ഷേ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് റീന വില്യംസിൻ്റെ വിജയത്തിന് എത്രമാത്രം മുൻതൂക്കം നൽകുന്നുണ്ട്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇതിൽ ഇവിടെ പാർട്ടിക്ക് അതീതമാണ്. ഓരോരുത്തരും പാർട്ടി നോക്കിയിട്ടല്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നവർ തീർച്ചയായിട്ടും, ഒരു ബെനിഫിറ്റ് കിട്ടിയവർ തീർച്ചയായിട്ടും അത് തള്ളി പറയില്ലല്ലോ. നാളെയും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പം അത് നഷ്ടപ്പെടാതിരിക്കണം, അതിന് കൂടെ ഇനിയും കൂടുതൽ കിട്ടണം, വർധനവ് വേണം എന്നെല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പാർട്ടിക്ക് അതീതമായി LDF ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും എനിക്ക് തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുന്നത്. 2 പതിറ്റാണ്ടായി പാളയം, 3 പതിറ്റാണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുമുന്നണിക്കൊപ്പമാണ്. നഗരവും, അതായത് 4 നിയമസഭാ മണ്ഡലങ്ങളും കോവളത്തെ 4 വാർഡുമാണ് നമുക്ക് ഇപ്പോഴുള്ള 101 വാർഡുകൾ. ഈ 101 വാർഡിലും ഒരു ഇടത് തരംഗമുണ്ട്. അതിന് തുരങ്കം വയ്ക്കാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നുമില്ല. ഇനി എന്തൊക്കെ വികസനങ്ങൾ, നമുക്ക് വിഴിഞ്ഞം പോർട്ടായി, ഇപ്പോൾ മെട്രോ വരുന്നുവെന്ന പ്രഖ്യാപനമായി, പിന്നെ നല്ല റോഡുകളായി, ഇനി എന്തൊക്കെ വികസനങ്ങളാണ് പാളയം വാർഡിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വപ്നത്തിലുള്ളത്? പാളയം എന്ന് പറയുന്നത് വലിയൊരു പ്രൈം ഏരിയയാണ്. അടുത്ത 5 വർഷം എന്ന് പറയുന്ന നാട് കാണാൻ പോകുന്ന ഏറ്റവും വലിയ വികസനമാണ്. മെട്രോ വരുമ്പോൾ തന്നെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ഫേസ് തന്നെ അങ്ങ് മാറുകയാണ്. വിഴിഞ്ഞം തുടങ്ങി അത്, അപ്പോൾ അടുത്ത 5 വർഷം എന്ന് പറയുന്നത് നമ്മൾ ഭൂപടത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനം പിടിക്കാൻ പോകുന്ന സ്ഥലമാണ്. അപ്പം തീർച്ചയായിട്ടും പാളയത്തിൽ എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ മുൻഗാമികൾ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് പ്രധാനമായിട്ട് വരുന്ന ഈ പറയുന്ന നമ്മുടെ തെരുവ് നായ് പ്രശ്നം, അതിനൊക്കെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അത് ഇവിടുത്തെ ആളുകളുമായിട്ട് ചെയ്ത് അവർക്കും അനിമൽ ലവേഴ്സിനും ഒരു ദോഷം വരാത്ത രീതിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതൊരു ഇഷ്യൂ ആണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഞാനുൾപ്പെടെ പ്രായമായുള്ള രാവിലെ നടക്കാൻ എടുക്കുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു വണ്ടിയുടെ നിന്ന് ഒരാൾ ചാടി വീഴുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വേണം, അവരെയും ബോധവൽക്കരിക്കണം. ഒരുപാട് ഹരിതകർമ്മസേനക്കാരെല്ലാം പണ്ടൊന്നും ഇങ്ങനെയല്ല, കൂമ്പാരത്തോളം വേസ്റ്റ് ഇങ്ങനെ കിടക്കും, അതിൻ്റെ ചുറ്റും പട്ടികൾ ഓടിക്കൊണ്ട് നടക്കും. അതെല്ലാം മാറ്റി ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക്. എന്നാലും കുറേ കൂടെ സുന്ദരമാകണം. പിന്നെ വെള്ളത്തിൻ്റെ ഇഷ്യൂസുണ്ട്, ഡ്രെയിനേജ് ഇഷ്യൂസുണ്ട്. ഇതെല്ലാം സിറ്റിക്കകത്ത്, കാരണം പഴയ ഭരണം ഉണ്ടായിരുന്ന സ്ഥലവും അങ്ങനത്തെ ഇതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പുതിയ വേർഷൻ നമ്മൾ കൊണ്ടുവരണം. ഒരു മനോഹരമായ ഒരു ഇതാവണം. പാളയം മാർക്കറ്റ് ഇപ്പം പുതിയതായിട്ട് വരുന്നു. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സുന്ദരമായിട്ടുള്ള ഒരു പാളയം വാർഡായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതൊരു പോയിൻ്റാണ്, ഇതുവഴി കൂടെയാണ് എല്ലാവർക്കും കടന്നു പോകാനുള്ളത്. ഈ പാളയം വാർഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റിംഗ് പോയിൻ്റാണ്. അപ്പം മ്യൂസിയത്തിൽ വന്നാലും അവർക്ക് ഈ നന്ദാവനം വഴി ഇങ്ങോട്ട് വരുന്നതാണ് ബേക്കറി ജംഗ്ഷനിൽ പോകാനുള്ളത്. പാളയം വാർഡ് ടച്ച് ചെയ്ത് പോകുന്നതാണ്. അപ്പം അതെല്ലാം മുന്നിൽ, അതായത് തിരുവനന്തപുരത്ത് വരുന്ന ആൾ പാളയം വാർഡ് ടച്ച് ചെയ്തേ പോകാൻ പറ്റുകയുള്ളൂ. തിരുവനന്തപുരത്ത് ഏത് മാർഗം വന്നാലും എവിടെ പോകണമെങ്കിലും പാളയം വാർഡ് ടച്ച് ചെയ്യണം. നഗരവികസനത്തിൻ്റെ കാര്യത്തിൽ പാളയം ഒരുപാട് മുന്നിലാണ്. നമുക്ക് മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എടുത്തു പറയുന്നത്, രാജ്യം തന്നെ എടുത്തു പറയുന്ന മുഖമുദ്രയൊക്കെ പാളയത്താണുള്ളത്. അങ്ങനെ വലിയൊരു വാർഡിനെ, കേരളത്തിൻ്റെ പ്രസ്റ്റീജ് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി.